ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ ദിവസമായി എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു മൂഡില്ലാതെ ഇങ്ങനെ ഞാൻ നടക്കുകയായിരുന്നു, കുറച്ച് ട്രാവലും കാര്യമൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു തോന്നൽ, അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ നൈറ്റ് കെയർ സ്കിൻ റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. സിമ്പിൾ ഒരു 2-3 പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റ് ആൻഡ് ഹൈഡ്രേറ്റിംഗ്, നല്ല എന്തായാലും പറയാം, നല്ല അടിപൊളിയാക്കി നമ്മുടെ സ്കിന്നിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് പൊടി ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മൈ നെയിം ഈസ് അൻസ ആൻഡ് ഐ ആം എ സൈക്കോളജി സ്റ്റുഡൻറ്റ്. പിന്നെന്താ, എൻ്റെ ഈ കുഞ്ഞു ജേണിയിൽ നിങ്ങളെയും കൂടി ഞാൻ കൊണ്ടുപോവുകയാണ്. സോ നമുക്ക് പോകാം ഗൈസ് വീഡിയോയിലോട്ട്. ഗൈസ്, അപ്പം ഫസ്റ്റ് നമ്മൾ ബിഫോർ സ്ലീപ്പ് യു ഹാവ് ടു വാഷ് അവർ ഫേസ് വിത്ത് ഏതെങ്കിലും ഫേസ് വാഷ് അല്ല, നമ്മുടെ സ്കിൻ ഏത് ടൈപ്പ് സ്കിന്നാണോ അതിനനുസരിച്ചുള്ള ഫേസ് വാഷ് ഏതാണെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഇപ്പോൾ ഓയിലി സ്കിൻകാർക്ക് വേറെ ആയിരിക്കും, പിന്നെ കോമ്പിനേഷൻ സ്കിന്നിന് വേറെ ആയിരിക്കും, ഡ്രൈ സ്കിന്നിന് വേറെ ആയിരിക്കും. ഞാനിപ്പം ഒരു 2 വീക്സായിട്ട് യൂസ് ചെയ്യുന്ന, 2 വീക്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് എന്ന് വെച്ചാൽ ഡോട്ട് ആൻഡ് കീയുടെ ആണ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും ഇപ്പം ഡോട്ട് ആൻഡ് കീ ആണ്. സെറം കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി, കാരണം ഫോക്സ്ടെയിലിൽ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ മാറ്റം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, അല്ലാതെ ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണ് ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ, എക്സാക്ട് റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ യൂസ് ചെയ്ത് ടാനിങ് കാര്യങ്ങളൊക്കെ പോയി നല്ലൊരു അടിപൊളി സെറമാണത്. അപ്പോൾ കുറച്ച് നാളായിട്ട്, ഇപ്പോൾ ഒരു 1 മന്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സെറം എന്ന് വെച്ചാൽ കോസ്റെക്സിൻ്റെ സെറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ അതിൻ്റെ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി ആണ് ഇത് വാങ്ങിയത്. അപ്പം എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറേ ഇങ്ങനെ കൂടി പറഞ്ഞ് വേറെ അങ്ങോട്ടൊക്കെ പോകുന്നു. സോ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കിൻ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക. അതിന് യൂസ് ചെയ്യേണ്ടത് ഡോട്ട് ആൻഡ് കീയുടെ ജെൽ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കറൻ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇതാണ്, ഡോട്ട് ആൻഡ് കീയുടെ ജെൽ ഫേസ് വാഷ് ഗ്രീൻ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന, അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് കോസ്റെക്സിൻ്റെ സ്നെയിൽ മ്യൂസിയം സെറം. ഇതിപ്പോൾ ഒരു 1 മന്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്, അടിപൊളിയാണ് സെറം, ഒന്നും പറയാൻ. കുറേ ആൾക്കാർ, കുറേ യൂട്യൂബേഴ്സ് അല്ലാത്തവരൊക്കെ റിവ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിപ്പോൾ ഞാൻ 1 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിഫോർ ബെഡ് ഞാൻ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന സെറം ഇതാണ്. ഇത് ബിഫോർ യൂസിങ് സെറം യു ക്യാൻ യൂസ് ടോണർ, ഇറ്റ്സ് ഓപ്ഷണൽ, അതൊരു ഓപ്ഷണലായിട്ടുള്ളതാണ്. അതുകൊണ്ട് ടോണർ വേണമെന്നുള്ളവർ ടോണർ യൂസ് ചെയ്യുക, അല്ലാത്തവർ റോസ് വാട്ടർ യൂസ് ചെയ്യുക. ഞാൻ ഇടയ്ക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് ബെഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കോസ്റെക്സിൻ്റെ സെറം യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. മൈറ്റ്സ് ആൻഡ് ഹൈലറോണിക് അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. എന്താണ്, പ്രോബയോട്ടിക്കാണ്, അതിൽ റൈസ് വാട്ടറാണ്. അറിയാമല്ലോ, ഞാൻ മുമ്പത്തെ വീഡിയോസിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. റൈസ് വാട്ടർ എന്ന് പറയുന്നത് തന്നെ സ്കിന്നിന് ഭയങ്കര അഡ്വാൻറ്റേജ് തരുന്ന, കുറേ ചേഞ്ചസ് നമുക്ക് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റൈസ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം അതും ആണ് ഇതിൽ ഉള്ളത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ലിപ് ബാമാണ് ഗൈസ്. ഇത് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്ലമ്മിൻ്റെ ഈ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഡോട്ട് ടു ഡോട്ടായിട്ട് ഞാനിങ്ങനെ സൈഡിൽ കൊടുത്തേക്കാം. യു ഹാവ് ടു ചെക്ക് ഇറ്റ്. ഫസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്യുക, പിന്നെ ടോണർ ഈസ് ഓപ്ഷണൽ, അത് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് കോസ്റെക്സിൻ്റെ സെറം, പിന്നെ അത് കഴിഞ്ഞ് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ലിപ് ബാം. ഇതാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. അപ്പം ഇനി ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, സീ യു സൂൺ, ടാറ്റാ.